ഹായ്. അപ്പോൾ മിസ് വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ പേടിക്കേണ്ട. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് മൂണും സ്റ്റാറും സൂര്യനും ഒക്കെ സൈഡിൽ വെച്ചേക്കുന്നു. എന്താ സംഭവം എന്നുള്ളത് മനസ്സിലേക്ക് കാണത്തില്ലായിരിക്കും. ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഒരു 3 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടവരാണെങ്കിൽ വിട്ടേക്ക്, ഓക്കെ, നോ പ്രോബ്ലം. കാണാത്തവരാണ്, പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ വേറൊന്നുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഓക്കെ ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതും ഏതൊക്കെയാണ് കൊന്നാലും വിടരുത്, നല്ല അടിപൊളിയായിട്ട് അത് പഠിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ പോലും ആ ഒരു ടോപ്പിക്കിന് ടൈം കണ്ടെത്തി നമ്മൾ പഠിച്ചുകൊണ്ട് പോകാന്നുള്ളത്. അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് പിന്നെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കുറേ ടൈം അതിൽ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ മോഡൽ എക്സാമിനെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് മാത്രമാണ്. ഓക്കെ, പബ്ലിക് എക്സാം നമ്മളെല്ലാം പിടിച്ചിട്ടു. ഓക്കെ, അത് നമ്മൾ ഒന്ന് നോക്കുക. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയ വിട്ടാൽ ഇതൊന്നും ചോദിക്കത്തില്ലായിരിക്കും എന്ന് പറഞ്ഞ ഏരിയ ആയിരിക്കും ചിലപ്പോൾ 8 മാർക്കിന് ചോദിക്കാൻ പോകും, നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു റിസ്ക് പബ്ലിക് എക്സാമിന് എടുക്കാൻ പറ്റില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മോഡൽ എക്സാമിന് പറഞ്ഞ പോലെ ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് വെച്ച് 2 സബ്ജക്റ്റ് വെച്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. മാക്സിമം അറിയാവുന്നതായിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മാക്സിമം നോക്കിയിട്ട് പോകാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. യെസ് മിസ് ഇവിടെ കൊടുത്തേക്കുന്ന പോലെ ഒരു സൂര്യനാണ്, കണ്ട സൂര്യനായിട്ട് തോന്നുന്നു, എനിക്കറിയില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 2 വരി ഒരു തന്നെ ചേർക്കുന്നത് ബോറായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 മാത്രം വെച്ച് നിർത്തിയത്. പക്ഷെ ചിലതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പഠിക്കാതെ പോകരുത്. ഓക്കെ, അത് പഠിക്കാതെ പോയാൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ടോപ്പിക്കുകൾക്കെല്ലാം മിസ് ഈ പറഞ്ഞ പോലെ സൈഡിൽ ഈ ഒരു സൂര്യൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. അടുത്തത് സ്റ്റാറാണ് കൊടുത്തേക്കുന്നത്. വേറൊന്നുമില്ല, അത് നമുക്ക് വിടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പഠിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷെ നോക്കുകയും ചെയ്യണം. വേറൊന്നുമല്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം പറയുന്നത് എല്ലാ വർഷവും എന്തായാലും നമുക്ക് സ്കിപ്പ് ചെയ്യാതെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, രണ്ടാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം ചോദിച്ചാൽ അടുത്ത വർഷം ചോദിക്കത്തില്ല, ചിലപ്പോൾ 2-3 വർഷം കണ്ടിന്യൂസ് ചോദിക്കും, പിന്നെ 2 വർഷം ചോദിക്കത്തില്ല. അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, പഠിച്ചിട്ട് പോയേ പറ്റത്തുള്ളൂ. ഓക്കെ, ലാസ്റ്റ് വരുന്നത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു രീതി, ഇപ്പോൾ 2-3 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ചോദിക്കുന്നതായിരിക്കാം. ഓക്കെ, വിടാന്നുള്ളതല്ല, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇത് വിടാം, ഇത് ചോദിക്കത്തില്ല എന്നും പറഞ്ഞ് നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഇതിപ്പോൾ ചോദിക്കത്തില്ല എന്നും പറഞ്ഞ് നമുക്ക് വിടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പം മോഡൽ എക്സാമിന് തലേന്ന് പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ടോപ്പിക്സും ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ലെവലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വിടുക എന്നുള്ളതല്ല, അതിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, ആദ്യം കൊടുത്തേക്കുന്നത് 2 എന്തായാലും മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകാമെന്നുള്ളത്. ഓക്കെ, അക്കൗണ്ടൻസി പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ടും കൂടുതലും പ്രോബ്ലം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് കൊണ്ടും മിക്കതും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 2 കാറ്റഗറി പെടുന്നതായിരിക്കും. നമുക്ക് തിയറി ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ അത് ചോദിക്കില്ല, അങ്ങനെ കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് എല്ലാം ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ എല്ലാം ചോദിക്കുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ എന്താണെന്നുള്ളത് പറയാം. അതിന് മുന്നേ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, യെസ്, ഇത് ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മിസ് ഒരു 2008-9 തൊട്ട് ഓക്കെ 2023 വരെയുള്ള 2023-24 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയതിൽ നിന്ന്, ഓക്കെ, ജസ്റ്റ് റാൻഡമായിട്ട് നോക്കിയതിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര MCQ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എറൗണ്ട് ഫിഗർ ആണ്. ഓക്കെ, എക്സാക്ട്ലി ഇത്രയും ചോദിച്ചിട്ടുണ്ടെന്നല്ല, മിസ് എണ്ണി നോക്കിയിട്ട് ഏറെക്കുറെ ഒരു എറൗണ്ട് ഫിഗർ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, എത്ര ഷോർട്ട് ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എത്ര 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എത്ര 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എത്ര 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതൊരു റൗണ്ട് ഫിഗർ ആണ്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾ ആലോചിക്കണം,
2019-20 വരെ നമുക്കൊരു പാറ്റേൺ ആയിരുന്നു എക്സാം. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ പാറ്റേൺ മാറി. ആൻഡ് ചില എനിക്ക് 2019 അപ്പുറത്തോട്ട് നമ്മൾ എടുത്ത് നോക്കിയാൽ 6 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് പക്ഷെ പിന്നെ അങ്ങോട്ടായപ്പോഴത്തേക്ക് ആ പാറ്റേൺ മാറിയപ്പോൾ 6 മാർക്ക് എന്നുള്ള സംഭവം ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് എങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പം 6 മാർക്കിൻ്റെത് കൊടുത്തേക്കുന്നത് പറയാം, എന്നാലും ഇപ്പോൾ ഒന്നുകൂടെ പറയാം. 6 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ അന്ന് ചോദിച്ചിരിക്കുന്നത് എസ് ആയിട്ട് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ MCQ ടൈപ്പ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും വർഷം ചോദിച്ചിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ്. റൗണ്ട് ഫിഗർ ആണ്. ഓൾമോസ്റ്റ് ഒരു 15 ക്വസ്റ്റ്യൻസോളം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും MCQ ലെവൽ എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഞാൻ അത്രയും വർഷം എടുത്തതിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്നും പറഞ്ഞാൽ അത് വിടാന്നുള്ളതല്ല. അങ്ങനെ MCQ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത തന്നെ നമ്മൾ പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ തിയറിയും പഠിച്ചു പോകും. ഇത് രണ്ടും എന്താ പറയാ, അപ്പുറത്തും നിൽക്കുന്ന സംഭവമാണ്. എന്തായാലും നമ്മൾ ഒരെണ്ണം പഠിച്ചാൽ മറ്റേത് പഠിച്ചു പോകും. അങ്ങനത്തെ ചാപ്റ്റർ ആണ് ഇത്. ഓക്കെ, അടുത്തത് നോക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 8 എണ്ണമാണ് മൊത്തത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ഈ പറഞ്ഞ പോലെ 8 എല്ലാം ഇത്തിരി നല്ലോണം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരു 2-3-4 വർഷം സ്കിപ്പ് ചെയ്ത് അത് മാത്രം ഒന്ന് ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ 3 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യം എന്താണ്, 1 മാർക്കിനെയും കാട്ടി കൂടുതൽ ചോദിച്ചിട്ടുള്ളത് വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പം 4 മാർക്കിൻ്റെത് 10 എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 5 മാർക്കിൻ്റെത് 9 എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ 6 മാർക്കിൻ്റെത് 5 എണ്ണം ചോദിച്ചു. അപ്പോൾ 6 മാർക്കിൻ്റെ നമ്മൾ എസ് എന്നുള്ള രീതിയിൽ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ 4-5 മാർക്ക്, അതേപോലെ എസ് 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 11 ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പം ഈ ചാപ്റ്റർ ഏറ്റവും ഇതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എസ്സേയും അതേപോലെ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയാണ്. 6 മാർക്ക് ഇപ്പോഴത്തെ പാറ്റേണിൽ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ സ്റ്റിൽ നമ്മളത് 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ ഈ ചാപ്റ്റർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതും. യെസ്, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ അറിയാം, പഠിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇതെന്താ തീരാത്ത. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ ഇട്ടാ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത പിടിച്ചാലും തീരാത്ത കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ള മെയിൻ ഹെഡിങ്ങുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, അത് എന്തായാലും നമുക്ക് എസ് എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് മിസ് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, കാഷ്വലായിട്ട് പറഞ്ഞു പോവാണ്. ലൈക്ക് എന്താണ് മെയിനായിട്ടും നിങ്ങളിവിടെ നോക്കണ്ടേന്നുള്ളത്. മെയിനായിട്ടും എന്തായാലും ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു എസ് ക്വസ്റ്റ്യൻ ഡെഫിനറ്റായിട്ടും കാണും. ഓക്കെ, നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു. എന്താണ് കണ്ട 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് 8 മാർക്ക് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കത്തില്ല, വേറെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് എന്തായാലും കാണാം എങ്ങനത്തെയാണ് വരുന്നതെന്നുള്ളതും. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് നോക്കുന്നത് നമ്മുടെ സബ്സിഡറി ബുക്സും. ഓക്കെ, സബ്സിഡറി ബുക്സ് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ജേർണൽ പ്രോപ്പർ. ഓക്കെ, അത് നമുക്ക് ഇതിപ്പോൾ 8 മാർക്ക് എന്നുള്ള രീതിയാണെങ്കിൽ ഇത് നമുക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ഓക്കെ എക്സ്പെക്ട് ചെയ്യുക. അതേപോലെ 1 മാർക്കിൻ്റെ ആണെങ്കിലും അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്വസ്റ്റ്യൻസും കൂടെ കാണുമ്പോൾ ക്ലിയർ ആവും കുറച്ചുകൂടെ. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെറ്റി ക്യാഷ് ബുക്കാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലാവും നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് വിടാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. ഓക്കെ, കാരണം നമ്മൾ വിചാരിക്കും ഇപ്പം എന്താണ് അത് വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ എന്നും പറഞ്ഞ് നമ്മൾ വിടാൻ കുറച്ചുകൂടെ പോസിബിലിറ്റി ഉള്ളതാണ്. പക്ഷെ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ചോദിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കാം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ
വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ആൻഡ് പ്രാക്ടിക്കൽ ലെവൽ ആയതുകൊണ്ട് നമ്മുടെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ നിന്ന് തിയറി എന്നുള്ള രീതിയിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അതേപോലെ തന്നെ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും എല്ലാം ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ വരും എന്നുള്ള നമുക്ക് ഒരു ഐഡിയയും കിട്ടൂല. ഓക്കെ, എല്ലാം ഈ പറഞ്ഞ പോലെ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് 8 മാർക്ക് എന്നുള്ള രീതിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, യെസ്, അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങളും കാര്യങ്ങളും എന്നുള്ളത്. യെസ്, സബ്സിഡിയറി ബുക്സ് എന്നുള്ള 2 ഇതിട്ടിട്ടുണ്ട്. 2 സ്പെസിഫൈ ചെയ്ത് കൊടുത്തതാണ്, വേറെ ഒന്നുമല്ല. കാരണം എന്താണ്, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിന്ന് എന്തായാലും ഞാൻ പറഞ്ഞ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ക്യാഷ് ബുക്കാണ്. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എന്തായാലും ചോദിക്കും. ഓക്കെ, ക്യാഷ് ബുക്ക് എന്നുള്ളതും ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഓക്കെ ചോദിക്കാം, ഇസ് ഇറ്റ് ബോത്ത് എ സബ്സിഡിയറി ആൻഡ് പ്രിൻസിപ്പൽ ബുക്കും. ഓക്കെ, അത് എന്തായാലും ചിലപ്പോൾ 2 മാർക്കോ 3 മാർക്കോ എന്നുള്ള രീതിയിൽ തിയറി നമുക്ക് എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, കൂടുതലും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് തിയറി ചോദിക്കാനുള്ളത് ഇതേപോലെ ക്യാഷ് ബുക്ക് സബ്സിഡിയറി ബുക്കാണോ അതോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബുക്കാണോ, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണോ, കമൻറ്റ് എന്നുള്ള രീതിയിൽ. എസ് ഒന്നുമില്ല, പക്ഷെ 2 മാർക്ക് 3 മാർക്ക് മാക്സിമം അത്രയും രീതിയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അതൊന്നും. പിന്നെ വരുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഞാൻ പിന്നെ എടുത്തെടുത്ത് വീണ്ടും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല. നിങ്ങൾക്കറിയാം എന്തായാലും 8 മാർക്സും ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ വിചാരിക്കും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത് മാത്രം എന്നുള്ളതാണ്. അല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഓവർ ഡ്രാഫ്റ്റ്, കോൺട്രാ എൻട്രി, അതേപോലെ ചെക്സ് ഇൻ ഹാൻഡ്. ഓക്കെ, ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിയറി എന്നുള്ള രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷനാണ് കോൺട്രാ എൻട്രി. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ തിയറി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 1 മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോൺട്രാ എൻട്രി ആണ്. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയുടെ ആണ്. ഓക്കെ, ഈ ചെക്സ് ഇൻ ഹാൻഡ് എന്നുള്ളത് തിയറി എന്നുള്ള രീതിയിൽ 1 മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയല്ല, പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 2019 വരെ ഉള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ അവിടെ നിന്ന് ആ ഒരു ടൈമിലുള്ള ഈ ചെക്സ് ഇൻ ഹാൻഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീട് അങ്ങോട്ട് കൊറോണ ആയതുകൊണ്ടായിരുന്നു അവർ നെയ്സിനൊന്ന് എളുപ്പത്തിലാക്കി ഇതൊന്നും ചോദിക്കാൻ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷേ ഈ വർഷം നമുക്കത് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളാരും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായി ഇതൊന്നും കുറേ വർഷം 2-3 വർഷമായിട്ട് ചോദിക്കുന്നില്ല, അതുകൊണ്ട് ഇനി ചോദിക്കത്തില്ല എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വിട്ട് കളയുക, എന്തായാലും ചോദിക്കും. ഓക്കെ, യെസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്, പിന്നെ ഇതൊക്കെയാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. നമ്മൾ കുറച്ചുകൂടെ കുറേ ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ വിചാരിക്കും വെറുതെ ക്യാഷ് ബുക്ക് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതല്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ എങ്ങനെയാണ് വന്നേക്കുന്നത്. ഇവരിതേ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോർമലി ട്രാൻസാക്ഷൻ തന്നിട്ട് നമ്മുടെ അടുത്ത് അക്കൗണ്ട് വരയ്ക്കാനാണ് പറയുന്നത്, പക്ഷെ ഇവിടെ അവർ നേരെ തിരിച്ച് അക്കൗണ്ട് കൊടുത്തിട്ട് ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കുക. ട്രാൻസാക്ഷൻസ് എന്തായിരിക്കും വരുന്നത്, ഇതിപ്പോൾ ഓപ്പണിംഗ് ബാലൻസും. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ക്യാഷ് ബുക്ക് രാകേഷ്, അപ്പോൾ എന്തായിരിക്കും വരുന്നത്, രാകേഷ് നമുക്ക് പൈസ തന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്യാഷ് തന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതേപോലെ എന്തായിരിക്കും വരുന്നത്, പേർച്ചേസ്ഡ് ഗുഡ്സും. ഓക്കെ, പേർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷും. ഓക്കെ, പിന്നെ വരുന്നത് പെയ്ഡ് സാലറി. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. മനസ്സിലായോ? നമ്മൾ ചുമ്മാ വേണമെങ്കിൽ വെറുതെ ഇതിങ്ങനെ പഠിക്കുന്നു നല്ലതല്ല, പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കത് പെട്ടെന്ന് കത്തൂല. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഇനിയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പ്രാക്ടിക്കൽ ലെവലായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് കോൺട്രാ എൻട്രിയുടെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളായിരുന്നു കോൺട്രാ ട്രാൻസാക്ഷൻ്റെ. ഓക്കെ, അത് ഞാൻ പറഞ്ഞ 1 മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ മാക്സിമം ഒക്കെ ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക്
പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ പിന്നെ ബാക്കിയുടെ തിയറി എഴുതാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ചോദിച്ചാലുള്ള കാര്യമാണ്. പിന്നെ അതേ പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പെറ്റി ക്യാഷ് ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് വരച്ച് ചെയ്യാന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇംപ്രസ് സിസ്റ്റത്തിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അതെന്താണ് പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെറുതെ അവർ ഇംപ്രസ് സിസ്റ്റം എന്താണെന്നുള്ളതിനെയും കാട്ടി ഉപരി കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് നമുക്ക് ഇംപ്രസ് സിസ്റ്റം എന്താണെന്നുള്ള അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടേ. അപ്പൊ അങ്ങനെ അത് പഠിച്ചു വെക്കുക. ഇംപ്രസ് സിസ്റ്റം എന്താന്ന് പഠിച്ചു വെക്കുക. പെറ്റി ക്യാഷ് ബുക്ക് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഏതൊരു വർഷം ചോദിച്ചതാണ്, ഏതൊരു വർഷം എന്ന് പറഞ്ഞാൽ പണ്ടുള്ള വർഷമാണ്. നമ്മൾ സ്റ്റേഷനറി, ഓക്കെ, സ്റ്റേഷനറി സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ മെയിൻ ബുക്കിൽ കാണിക്കില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് വൈ എന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇംപ്രസ് സിസ്റ്റം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം അങ്ങനെ പ്രാക്ടിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ, അപ്പോൾ വെറുതെ വാട്ട് ഈസ് ഇംപ്രസ് സിസ്റ്റം എന്നുള്ള ചോദിക്കുന്നതിനെ കാട്ടി ഇവിടെ എന്തെങ്കിലും ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കുക എന്നുള്ളത് തന്നെ ഉണ്ട്, അത് വേറൊരു സംഭവം. പിന്നെ 2017 ചോദിച്ചിട്ടാണ് ഇംപ്രസ് സിസ്റ്റം ഇസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്, എക്സ്പ്ലെയിൻ ഹൗ ദ സിസ്റ്റം ഇസ് ഓപ്പറേറ്റഡ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്ഷേ ഇംപ്രസ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മൾ ചിലപ്പോൾ പ്രോബ്ലം പഠിച്ചുകൊണ്ട് പോയിരിക്കും, പക്ഷെ അതിൻ്റെ തിയറി, അതിൻ്റെ പ്രാക്ടിക്കലി അതെന്താണ്, അത് എന്തിനാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, യെസ്. പിന്നെ കൂടുതലും പർച്ചേസ് ബുക്കും. ഓക്കെ, പർച്ചേസ് ബുക്ക്, അതേപോലെ തന്നെ പർച്ചേസ് റിട്ടേണും. പർച്ചേസ് റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും കൊടുക്കാഞ്ഞെന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യാന്നും പറഞ്ഞ് എക്സാക്ട്ലി ചിലപ്പോൾ എടുത്ത് ചോദിക്കത്തില്ല. ഓക്കെ, ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറയും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഈ പറഞ്ഞ പോലെ എന്താണ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ബുക്കിൽ എടുക്കില്ല. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയില്ല, പക്ഷെ പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തത് ഈ പറഞ്ഞ പോലെ സെയിൽസിൻ്റെ അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ 1-2 ക്വസ്റ്റിനെ ഇത് ചോദിച്ചിട്ടുള്ളൂ. കൂടുതലും ചോദിക്കുന്നത് സെയിൽസ് ബുക്കും പർച്ചേസ് ബുക്കും പ്രിപ്പയർ ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മെയിനായിട്ട് അവർ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജേർണൽ പ്രോപ്പർ. അത് ഞാൻ ഇവിടെ നിങ്ങൾ ആലോചിക്കായിരിക്കും സെയിൽസ് റിട്ടേണിനും അല്ലെങ്കിൽ സെയിൽസ് ബുക്കും പർച്ചേസ് ബുക്കിന് പോലും നമ്മൾ ജസ്റ്റ് സ്റ്റാറാണ് കൊടുത്തേക്കുന്നത്, ഇതിനെന്തിനാണ് ഇത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 1 മാർക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ MCQ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, എന്തെങ്കിലും എക്സാമ്പിൾ കൊടുക്കും. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ട് അവർ പറയാൻ പറയും ഇതെന്താണെന്നുള്ളത്. ഓക്കെ, ഇത് ഏത് ബുക്കിലാണ് എഴുതുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിൽസ് ബുക്കും പർച്ചേസ് ബുക്കിൻ്റെയും ട്രാൻസാക്ഷൻ കൊടുത്തിട്ട് ഇടയ്ക്ക് മറ്റിങ്ങനെ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഈ ഒരു സാധനം കൊടുക്കും. അത് ആക്ച്വലി സെയിൽസ് ബുക്കിലും പർച്ചേസ് ബുക്കിലും വരുന്നതല്ല. ക്ലിയർ ആവുന്നുണ്ടോ? സോ നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് 1 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്ക് എന്നുള്ള രീതിയിലും ഈ ഒരു ഏരിയ എന്തായാലും ചോദിക്കും. ഇത് essay എന്നുള്ള രീതിയിൽ ജേർണൽ പ്രോപ്പർ പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഒരു തവണയെങ്ങാണ്ട് എന്തോ ചോദിച്ചിട്ടുണ്ട്, അല്ല അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, അത് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയാതെ വേറൊരു സത്യം. പക്ഷെ സ്റ്റിൽ കൂടുതലും ഈ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതാണ് അത്രയും ഇമ്പോർട്ടൻസ് അവിടെ അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ് കൃത്യമായിട്ട് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് പോകും. ഓക്കെ, യെസ്, ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കണ്ട 3 മാർക്കിന് ചോദിച്ചേക്കുന്നതാണ്. ഓക്കെ, കുറേ ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏത് ബുക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് രീതി മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആയിരിക്കത്തില്ല അവർ ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കുക പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കാര്യം നിന്നില്ല. അത് പല രീതിയിൽ അവർ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ 1 മാർക്ക് എന്നുള്ള രീതിയിൽ സോഴ്സ് ഡോക്യുമെൻ്റ് കാര്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ജേർണൽ പ്രോപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തതിൽ ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അറിയില്ല. ഓക്കെ, പിന്നെ ഇതെല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെറിയ ടോപ്പിക്സ് ആണ്. ഓക്കെ, പിന്നെ
കോൺട്രാ എൻട്രി, ഡെബിറ്റ് നോട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിൽ, തിയറി എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഓക്കെ, പിന്നെ യെസ്, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ജേർണൽ പ്രോപ്പറിൻ്റെ തന്നെയാണ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ജേർണലും ലെജർ, ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ബോത്ത് ജേർണലും ലെജറും ആണ്. ഓക്കെ, എന്തുകൊണ്ട് എന്നുള്ള 2 മാർക്കിൻ്റെ, മനസ്സിലായി? ഇതൊക്കെ എന്താണ് 2 മാർക്ക് 3 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പറ്റും, മാക്സിമം 3. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോയി കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇതും ജേർണൽ പ്രോപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, പെർച്ചേസ് റിട്ടേണിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇതുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതുണ്ട്, ജേർണൽ പ്രോപ്പറിൻ്റെ കുറേ വട്ടം അങ്ങനത്തെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് യെസ്, വീണ്ടും ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഒരെണ്ണം കണ്ട ജേർണൽ പ്രോപ്പറിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക, എന്ത് എക്സാമ്പിൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് എക്സാം, നേരത്തെ നമ്മൾ കണ്ടായത് എക്സാമ്പിൾ കൊടുത്തിട്ട് അത് ഏത് ബുക്കിലാണ് എഴുതുന്നതെന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ പോലെ ഏത് ബുക്കാന്നുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ബുക്ക് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമ്പിൾ നമ്മൾ തന്നെ എഴുതാന്നുള്ള ജേർണൽ പ്രോപ്പറിൽ വരുന്നത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നല്ലേ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 8 മാർക്കിൻ്റെ കൊണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാനാണെങ്കിൽ കുറേ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. കാരണം 8 മാർക്കിന് എന്തായാലും ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നുള്ള രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള പോർഷൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഈ 3 മാർക്കിൻ്റെയും അല്ലെങ്കിൽ 4 മാർക്ക് 5 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ ജേർണൽ, നമ്മുടെ ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കൂടുതലും പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക് അത് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു 3, 4, 5 മാർക്ക് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, 1, 2 മാർക്കിൻ്റെയാണ് നമ്മളിപ്പം കണ്ടത്. ഓക്കെ, തിയറി ആണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു പ്രോബ്ലം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ, സോ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ്? ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതും പെറ്റി ക്യാഷ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും, അതേപോലെ തന്നെ ബാക്കി സബ്സിഡറി ബുക്സിൻ്റെ പ്രിപ്പറേഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയിൽ നിന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്ന വേറൊന്നുമല്ല. പ്രോബ്ലം നമുക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അതുമായിട്ട് കണക്ട്, കാരണം അതിൻ്റെ തിയറി ഒരു ബേസിലേക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാണാമൊന്നും പഠിക്കേണ്ട, നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കൈന്നിട്ട് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, തിയറി എന്ന് പറഞ്ഞ് ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ കോൺട്രാ എൻട്രി, ഓക്കെ, നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കോൺട്രാ എൻട്രി അറിയായിരിക്കും അല്ലേ? അത് കാണാതിരുന്ന് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് പഠിക്കാം. ആൻഡ് ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്ന് നോക്കുമ്പം വിടാതെ എല്ലാ പോർഷൻസും പഠിക്കേണ്ട ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും വിടരുത്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പഠിച്ചിട്ട് പോകും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്, അത് നമുക്ക് അപ്പം നോക്കാം. ഇപ്പം ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും പഠിക്കും, കാരണം കുറേ മാർക്ക് നിങ്ങൾക്ക് അവിടെ എവിടെയും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വിടാതെ പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഇനി ഇതേപോലെ മിസ് അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ ആയിട്ട് വരുന്നതായിരിക്കാം. ബാക്കി 3 ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക. ആൻഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ റെക്കോർഡറായിട്ട് കിടപ്പുണ്ട്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു പോയതേ ഉള്ളൂ. ഇതേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈവ് സെഷനിലുള്ള നോട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ ഇനി നമ്മുടെ ചാപ്റ്റർ 5 ആയിട്ട് മിസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതുവരെ ബൈ, താങ്ക് യു.